എനിക്കിപ്പോ നിങ്ങളോടൊക്കെ അസൂയ തോന്നുക മക്കളെ. ഒരു 10-20 കൊല്ലം കൂടി കഴിഞ്ഞ് നിങ്ങളുടെ കാലത്ത് ജനിച്ചാ മതിയായിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്ത് സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ മതി, അപ്പൊ തന്നെ മൂത്രപ്പരയുടെ പുറകിൽ പച്ചല വെച്ച് എഴുതി വെക്കും സത്യനാഥൻ പ്ലസ് മറ്റേവൻ പ്ലസ് മറ്റേത്, എന്നിട്ട് ഇങ്ങനെ ഒരു ചിഹ്നവും അതിനകത്ത് കൂടെ ആരോഗ്യം. അവർ ജനറേഷൻ ഈസ് ലോസ്റ്റ്. സത്യം പറ മാഷേ, മാഷിനിപ്പോ അങ്ങനെ ഒരു മോഹമുണ്ടോ? എങ്ങനെ? ഐ മീൻ ആൻ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ്. അതായത് ഈ മലയാളത്തിൽ പറഞ്ഞ ഈ സ്ത്രീ വിഷയത്തില് ഉള്ളൊരു വഷളത്തരം. 40 വയസ്സ് കഴിഞ്ഞ് ഏത് മലയാളിക്കട ഇതിലൊക്കെ താല്പര്യമില്ലാത്തത്? പിന്നെ ഞങ്ങളും മാഷന്മാർക്ക് ഇത് ഇത്തിരി കൂടും. പക്ഷെ നിവൃത്തിയില്ലല്ലോ, കട്ടിച്ച് പിടിച്ച് ജീവിക്കല്ലേ, മാതൃകാ പുരുഷന്മാരായിട്ട് പണ്ടാറടങ്ങാൻ. പഠിച്ചിരുന്ന കാലത്ത് ഇതൊന്നും നടന്നിട്ടില്ലേ? എവിടെ? കേരളവർമ്മ കോളേജിൽ ചേർന്നതും ചെന്ന് പെട്ടത് SFI ഗ്രൂപ്പിലാ. പിന്നെ സദാചാരം സംരക്ഷിക്കാതെ പറ്റുമോ? കോണിയുടെ ചുവട്ടിലും ക്യാൻറ്റീന്റെ മറവിലും ആരൊക്കെ അനാശാസ്യം നടത്തുന്നു തപ്പി നടക്കായിരുന്നു അന്നത്തെ പ്രധാന. അത് നിങ്ങളോട് പഠിച്ചിറങ്ങിയ ആൾക്കാർ ഇപ്പോഴും അതൊക്കെ തന്നെ ചെയ്യുന്നത്. ആണും പെണ്ണും എവിടേക്ക് ഒരുമിച്ച് നടക്കുന്നതിന് തപ്പി നടക്കൽ. എന്റെ മാഷയെ നമ്മളെ പോലെ ഇതൊക്കെ ആഗ്രഹിക്കുന്ന സ്ത്രീകളും ഉണ്ട്. പക്ഷെ അവരത് ആരോടും പറയില്ലെന്നുള്ളതാ സത്യം. അവരും നമ്മൾ മാത്രമുള്ള ഒരു ലോകം. ഒരു ഈച്ച കുഞ്ഞു പോലും അറിയില്ല എന്നുള്ള വിശ്വാസം. മാഷിന് സത്യം അറിയോ? കഴിഞ്ഞ 2 വർഷമായി 6 പെണ്ണുങ്ങളെ കണ്ടാ പറയില്ല. നമ്മൾ അവരെ പ്രേമിക്കാന്നുള്ളൊരു തോന്നല് വരുത്തിയാൽ മതി. അത് മാഷിന്റെ മെടുക്ക്. മാഷ് ഒരു കാര്യം ചെയ്യ്, നാളെ ക്ലാസ്സിൽ വരുമ്പോ ഞാൻ മാഷിന് ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങി തരും. വേണ്ടായി, നമ്മളിതൊക്കെ ഇങ്ങനെ പറഞ്ഞും കരഞ്ഞും തീർത്തോളാം. അല്ല അപ്പൊ ന്യൂ ജനറേഷൻസ് ഗുഡ് ബൈ. പക്ഷേ വൺ ഫോർ ദ റോഡ്. നോ താങ്ക്സ്. ജില, നീ ബെറ്റിനുണ്ടോ? അധികം വൈകാതെ തന്നെ സത്യനാഥ മാഷ് FB-യിൽ ഒരു അക്കൗണ്ട് തുടങ്ങും. രാവിലെ മുക്കത്താതെ ബസ്സിൽ കയറാൻ പറ്റില്ല പ്രിയച്ചേ. അതെന്താ? ബസ്സിലേ മുഴുവൻ കുടിയന്മാരാണ്. അവര് പഠിക്കുമ്പോഴേ രാവിലെ കട്ടൻ ചായക്ക് വരെ കട്ടൻ ബ്രാൻഡിയാണ് കുടിക്കണത്. ഇന്നൊരുത്തരെന്റെ കുണ്ടിക്കെട്ട് തോണ്ടി, എന്റെ ഈ കുണ്ടിക്കെട്ട് തോണ്ടി അവൻ എത്ര വല്ല തെണ്ടിയായിരിക്കണം. എന്റെ താണ്ടമ്മേ. സത്യേട്ടന് കാർ എടുത്തിട്ട് പൊയ്ക്കൂടെ? എന്നെ ബാങ്കിൽ വിട്ടിട്ട് സ്കൂളിൽ പോയാൽ മതിയല്ലോ. എന്നിട്ട് വേണം നിന്റെ ബാങ്കിന്റെ വാതിക്ക വന്ന് നീ എപ്പോഴാ ഇറങ്ങണേന്ന് നോക്കി ഞാൻ ഇങ്ങനെ കാവല് നിൽക്കാൻ. ഇന്നെന്താ ഒരു പ്രത്യേക മണം? വീണ്ടും തുടങ്ങിയോ? ഓ എന്റെ അമ്മോ, സമ്മതിച്ചു സമ്മതിച്ചു. ഞാൻ അപ്പോഴേ രാജേന്ദ്ര മാസ്റ്ററോട് പറഞ്ഞതാ, ലോകത്ത് വേറെ ആരെ മറച്ചാലും എന്റെ ഭാര്യയെ മാത്രം മറയ്ക്കാൻ പറ്റില്ലെന്ന്. ഒന്നുമില്ല, മാഷന്മാരെല്ലാം കൂടി ഒന്ന് ഒത്തുകൂടിയപ്പോ ഒറ്റ ബിയർ, ഒരു ബിയറിന് മുമ്പിൽ ഇതങ്ങനെ ഒന്ന് ഇരുന്ന് കൊടുക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഭാസ്കരൻ എവിടെ? വന്നപ്പോ മുതൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാ. മാഷേ, എന്റെ കെട്ടിയാൽ ഇതുപോലെ മുറുക്കിയച്ചോട് വരാറ് കേട്ടാ. ഭാസ്കരോയ്, നീ ഇവിടെ ആകെ തിരക്കിലാണല്ലേ? ആണോ? പിന്നെ നിനക്കൊരു കാര്യം കേൾക്കണം. എന്താ? അച്ഛൻ ഈ കമ്പ്യൂട്ടർ പഠിക്കാൻ പോവാ. ശരിക്കും? ഈ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ ഫുൾ ഇൻചാർജ് HM അച്ഛന്റെ തലയിലേക്ക് വെച്ചു തന്നു. കുട്ടികൾ വല്ല സംശയം ചോദിച്ചാ അറിയില്ല, അത് പറയാൻ പറ്റില്ലല്ലോ. അതെ, ഇനി നീ വേണം അച്ഛന്റെ സംശയങ്ങളൊക്കെ തീർത്തു തരാൻ. നീ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടല്ലോ? ആണോ? എന്റെ സ്കൂളിലെ എല്ലാവർക്കും ഉണ്ട്. അതെയാ? ഇതില് നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഒരു 500 പേരുണ്ട്. ആണോ? 500 പേരോ? എന്റെ ദൈവമേ, അച്ഛനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആകെ കൂടി ഒരു 6-7 സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എങ്ങനെയാ മക്കളെ ഇതിനകത്തൊരു അക്കൗണ്ട് തുടങ്ങുന്നത്? ഈസിയാ. അച്ഛന് വേണോ? അല്ല, വേറൊന്നുമല്ല, ഇത് ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അല്ലാതെ ഈ ഫേസ്ബുക്ക് വഴി പറഞ്ഞുതരാന്ന മാഷ് പറഞ്ഞു, അതുകൊണ്ടാ. ഫസ്റ്റ് ഒരു ഫോട്ടോ എടുക്കട്ടെ. ആണോ? ഒരു മിനിറ്റ്. ചിരിക്കണേ. ചിരിക്കാം. ഓക്കേ. ഇന്നെന്താണ് അവ പതിവില്ലാതെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ? സത്യനാഥൻ നായർ. ഇത്രേ ഉള്ളോ? അപ്പം മോൻ അപ്പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴുകി അച്ഛനതൊക്കെ ഒന്ന് നോക്കട്ടെ. ചെല്ലേ.
ജില്ലൻ രാജു വന്നല്ലോ. സത്യാദം മാഷ് ഫേസ്ബുക്കില് പുള്ളി എനിക്കിപ്പോ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. നമ്മൾ വിചാരിച്ചേക്കാളും സ്പീഡാണല്ലോ ഗഡി. നമുക്ക് പുള്ളി കിട്ടിട്ട് പണി കൊടുത്താൽ എന്ത് പണി? ഇന്ന് കുളിയൊന്നുമില്ലേ? ഇതാ വരണു. കള്ളൻ ഇത്ര നാളും പിടിതരാതെ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ മാഷെ. FBയിലായതുകൊണ്ട് വളച്ചു കിട്ടില്ലാതെ പറയാം, എനിക്കൊരുപാട് ഇഷ്ടം. പിന്നെ ഒരു കാര്യം, ഈ ഷർട്ടും മുണ്ടും തന്നെ എന്നും ഇടണമെന്നില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ജീൻസും ടീഷർട്ടും ആവാം. യു ലുക്ക് മോർ. ദാ വരണു കേട്ടോ. ദേ കൊത്തി അറിയുന്നു. വേണ്ടടാ, അതിനെ വെറുതെ വിട്ട് വിടാ, ഒന്ന് കറക്കിയെടുക്കട്ടെ. എടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ മാഷ് അത്ര മണ്ടനൊന്നുമല്ല. ഇതിന്റെ പുറകെ നമ്മൾ ആ നാള് നോക്കിന്ന് ഉറപ്പാണ്. ചോദിച്ച സമ്മതിക്കാതിരുന്നാ പോരെ. നീ ചാറ്റി. ഒരു പെൺകുട്ടിയാണെന്ന് മാത്രം പറയാം. ഒന്നാലോചിച്ച് നോക്കും മാഷെ. ഒന്നുമില്ലെങ്കിലും കുറെ നാൾ ഞാൻ ആ കണ്ണിൽ നോക്കിയിരുന്നല്ലേ. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നാളെ രാവിലെ 7 മണിക്ക് FBയിൽ വാ, അപ്പൊ പറയാം. ഗുഡ് നൈറ്റ്. ഡേ, ഭാസ്കറിന് വിശക്കുന്നൂന്ന്. കുടിച്ചിട്ട് വന്ന കഴിക്കാം. വന്നു വന്നു വന്നു. ആരാ? മാഷ? ഹലോ ഹലോ, ഞാൻ മാഷ. ഹലോ ജിലൻ ഇപ്പോ വീട്ടിലാണോ? ഹലോ